ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ടേംസിൽ ഒന്നാണ് ഈ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത്. എല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ നടക്കും എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു ടേമിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ശരിക്കും ഡിവൈൻ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊരു ടൈമിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ഇതൊരു മിത്താണോ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത്, നമ്മളൊക്കെയും ഇനിഷ്യലി ഈ ജേർണിയിൽ വരുമ്പോൾ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ടൈം, ഒരു സമയം, അറ്റ് ദ റൈറ്റ് ടൈം എവറിത്തിങ് വിൽ ഹാപ്പൻ അല്ലേ? അങ്ങനെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. സ്റ്റിൽ പലപ്പോഴും നമ്മൾ അത് വിശ്വസിക്കാറുമുണ്ട്. അപ്പോൾ ഈ റൈറ്റ് ടൈമിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ അതിനുള്ള എഫേർട്ട് തീർച്ചയായിട്ടും നമ്മളിൽ നിന്നും വരണം. ഓക്കെ, അപ്പോൾ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും നമ്മളുടെ കൺട്രോളിലാണ്. എന്നാൽ ഈ ഒരു ടൈമിങ്ങിൻ്റെ അൾട്ടിമേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഡിവൈൻ്റെ കയ്യിലുമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വന്നു കഴിഞ്ഞു, നമ്മൾ എഫേർട്ട് എടുക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാം. മേ ബി നമ്മളുടെ ഒരു സോൾ പർപ്പസിലേക്ക് വരാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലൈഫ് പർപ്പസിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ടാപ്പിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി എഫേർട്സ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്, പക്ഷേ നമുക്കതിൻ്റെ ഫലമൊന്നും കാണുന്നില്ല. അവിടേക്ക് നമുക്ക് ആ ഒരു ഫ്രൂട്ട്ഫുൾനെസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ടാപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ വളരെ വിഷമത്തോടെ അതിനെ ലെറ്റ് ഗോ ചെയ്യാറുണ്ട്. അതായത് മേ ബി ഇതിൻ്റെ സമയമായിട്ടില്ല, ഈ ഒരു കാര്യം ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്നുള്ളത്. അവിടെ ശരിക്കും ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാനുള്ള ലെസൺസ് ശരിക്കും നിങ്ങൾ ലേൺ ചെയ്ത് കഴിയുമ്പോൾ അതായിട്ട് നിങ്ങളിലേക്ക് വരും. കാരണം ഓൾറെഡി നിങ്ങൾ എഫേർട്ട് എടുത്തു. എന്നാൽ നിങ്ങൾ എടുത്ത എഫേർട്ട് ആ ഒരു കാര്യത്തിന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതായത് ആ ഒരു കാര്യത്തെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉള്ള ലെസൺസ് നിങ്ങളിലേക്ക് ഇനിയും വന്നിട്ടില്ല. ആ ഒരു ബാലൻസിങ് നിങ്ങളിലേക്ക് വരാത്തത് കൊണ്ടാണ് ആ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിംഗ് നിങ്ങൾക്ക് ഇവിടെ വരാത്തത്. അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ തരത്തിലുള്ള എഫേർട്ട് എടുത്തപ്പോഴും ഇവിടെ എന്താണ്, അവിടെ ഏത് കാര്യമാണ് നമ്മൾ മിസ്സായതെന്നുള്ളത്, അല്ലെങ്കിൽ ഇനി ഞാൻ പഠിക്കാനുള്ള ലെസൺ എന്താണെന്ന് സറണ്ടർ ചെയ്തിട്ട് നമ്മളിലേക്ക് സെൽഫായിട്ട് കണക്റ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബൈ ദ ടൈം കുറച്ചൊന്ന് സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവുകയും പിന്നെ അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ട് നമ്മുടെ ആക്ഷനിൽ റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾക്ക് ആ കാര്യത്തെ, അതായത് നമ്മുടെ ഒരു സോൾ പർപ്പസ് ആവാം, ലൈഫ് പർപ്പസ് ആവാം, അതിലേക്കൊക്കെ വരാനായിട്ട് നമുക്ക് പറ്റും. അതായത് ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും കിട്ടുന്ന ലെസൺസിനെ, അതായത് നമ്മുടെ വഴിയിൽ നമ്മൾ പഠിക്കേണ്ട ലെസൺസിനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിവൈൻ ടൈമിങ്ങിനെ മാറ്റാനുള്ള ശേഷി ഉണ്ട്. ഇനിയും രണ്ടാമത്തെ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ജേർണിയിലാണെന്ന് അറിഞ്ഞു, പക്ഷേ 3D ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ പെയിൻഫുള്ളാണ്. കാരണം ജേർണിയിൽ നമ്മൾ ഇന്നർ വർക്കൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഈ ജേർണീനെ അക്സെപ്റ്റ് ചെയ്തിട്ട് സ്റ്റിൽ നാളെ നോക്കാം ഈ ഒരു ജേർണിയുടെ കാര്യം, ഇന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ 3D ലെവലിലുള്ള കാര്യങ്ങളെ കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി വെക്കുന്നു. അതായത് ഇവിടെ നമ്മുടെ ഫ്രീ വില്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്നർ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ആ പെയിനിൽ ജീവിക്കണോ എന്നുള്ളത്. അപ്പോൾ ഡിവൈൻലി ഗൈഡഡ് ആണ്, ഡിവൈൻലി ഡയറക്റ്റഡ് ജേർണിയാണ്. ഈവൻ ദോ ഇവിടെ ഫ്രീ വിൽ ഉപയോഗിക്കുമ്പോൾ എഗെയിൻ നമ്മൾ പെയിനിലിരിക്കാൻ ഇഷ്ടപ്പെടുകയും മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ നമ്മളുടെ ലൈഫിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ബ്ലോക്സ് ആയിരിക്കും നമുക്ക് ഫീൽ ആവുന്നത്. സ്ട്രക്ക് എനർജി ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ദൈവം ആ ഒരു സമയത്തിലേക്ക് എന്നെ എത്തിച്ചോളും, അത് നടക്കേണ്ട സമയത്ത് നടക്കും എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരിക്കലും നടക്കേണ്ട സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നില്ല. കാരണം നമ്മളതിനെ ഫേസ് ചെയ്യാൻ റെഡിയല്ല. നമ്മൾ ആ ഒരു കാര്യങ്ങളിലൂടെ ഗോ ത്രൂ ആവുമ്പോൾ വരുന്ന ചാലഞ്ചസിനെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരിക്കാനായിട്ടാണ് എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ലെസൺസ് പഠിക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ സോളിൻ്റെ അസെൻഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത് ഇവിടെ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. എന്നാൽ നമ്മൾ ജസ്റ്റ് കൈയും കെട്ടിയിരുന്ന നമ്മളുടെ 3D ലൈഫിൽ ബിസി ആയിരുന്നു കൊണ്ട്
ഡിവൈൻ ടൈമിംഗ് സ്പിരിച്വാലിറ്റിയിൽ വരും അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ വരുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കലും ഡിവൈൻ ടൈമിംഗ് വരുന്നില്ല. ഇനി ട്വിൻ ഫ്ലെയിം യൂണിയൻ്റെ കാര്യത്തിൽ ഡിവൈൻ ടൈമിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാം. ട്വിൻ ഫ്ലെയിം യൂണിയൻ പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുന്നതെന്ന്. അതേപോലെ തന്നെ യൂണിയൻ ഡിലേ ചെയ്യാറുമുണ്ട് നമ്മൾ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, ട്വിൻ ഫ്ലെയിം യൂണിയന് വേണ്ടി വർക്ക് ചെയ്യാതെ നമ്മളുടെ അസെൻഷന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മേ ബി ഒരു 4 മാസം കഴിഞ്ഞ് നടക്കേണ്ട യൂണിയൻ അത് മുമ്പോട്ട്, അതായത് ഡിസംബറിൽ നടക്കേണ്ടത് സെപ്റ്റംബറിൽ നടക്കാം. കാരണം നമ്മൾ ആ ഒരു യൂണിയൻ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള എനർജീനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരായി എന്ന് യൂണിവേഴ്സിന് തോന്നുമ്പോൾ ആ ഒരു കാര്യത്തെ നമുക്ക് നടത്തി തരാറുണ്ട്. അതേസമയം നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, ഇന്നർ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മുടെ എനർജീനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നില്ല യൂണിയന് വേണ്ടി, നമ്മൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ പിന്നെയും എനർജി ലീക്കായി നമ്മൾ ലെസൺസ് പഠിക്കുന്നില്ല, നമ്മൾ ബാലൻസിങ് പഠിക്കുന്നില്ല എനർജിയുടെ. അപ്പോൾ പിന്നെയും മേ ബി 4 മാസം കഴിഞ്ഞ് നടക്കേണ്ട യൂണിയൻ പിന്നെ ഒരു 6-8 മാസത്തേക്ക് പോസ്റ്റ്പോണ്ട് ആവും. അതിൻ്റെ മീനിങ് ഇവിടെ ഡിസൈഡഡ് അല്ല യൂണിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണവും പറഞ്ഞുതരാം. യൂണിവേഴ്സിൽ പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമാണ് ഉള്ളത് ടൈം ലൈനിൽ. പാസ്റ്റ് ഇല്ല, ഫ്യൂച്ചറും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റ് എന്നുള്ളത് മാത്രം ഉള്ളത് കൊണ്ട് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ എത്രത്തോളം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഗോ ത്രൂ ആവുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ അത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിനെ അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. ഒരു ഡിവൈൻ എനർജിയിലേക്ക് വരുമ്പോൾ നമ്മൾ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ അച്ചീവ് ചെയ്യാറുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജീസുമായിട്ട് അലൈനായിട്ട് അത്രയും ഒരു ഹയർ ഫ്രീക്വൻസിയിൽ നിന്നുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ നമ്മൾ എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മളിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ സറണ്ടർ ചെയ്ത് നമ്മളുടെ ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ വരുന്ന കാര്യങ്ങളെ അത്രയും മനസ്സിലാക്കിക്കൊണ്ട് എത്രത്തോളം എഫേർട്ട് എടുക്കാമോ അത്രത്തോളം എഫേർട്ട് കൊടുത്തുകൊണ്ട് അതിനെ മനസ്സിലാക്കി സ്പിരിച്വാലിറ്റിയിലൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത് വരുന്നത്. ഇത് ഡിസൈഡഡ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഡിസംബർ 25 ഇത് നടക്കും എന്നുള്ളതല്ല. ആ ഡിസംബർ 25 എന്ന് പറയുന്നത് സെപ്റ്റംബർ 25 ആക്കണമെന്നുള്ളത് നമ്മളുടെ കയ്യിലാണ്. അത് അടുത്ത വർഷം ജൂൺ 20 ആക്കണമെന്നുള്ളതും എക്സാക്ട്ലി നമ്മളുടെ കയ്യിലാണ്. ഓഫ് കോഴ്സ് ഇതിൻ്റെ അൾട്ടിമേറ്റ് കൺട്രോൾ ഇരിക്കുന്ന യൂണിവേഴ്സിലാണ്. കാരണം ഇതൊക്കെ നിങ്ങൾ ആ ലെസൺസ് കഴിഞ്ഞു, നിങ്ങൾ ആ ടെസ്റ്റ് പാസ്സായി എന്നുള്ളപ്പോൾ മാത്രമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഡിവൈൻ ടൈമിംഗ് മുമ്പോട്ട് അല്ലെങ്കിൽ പുറകോട്ടാക്കി തരുന്നതെന്ന് മാത്രം. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്ങിനായിട്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.